അടുത്ത ഊഴം ജ്യോതികുമാർ ചാമക്കാലയുടേതാണ്. പത്തനാപുരത്ത് നിന്നും ആദ്യമായി നിയമസഭയിലെത്തുന്ന ജ്യോതികുമാർ ചാമക്കാല ആവേശകരമായ പോരാട്ടത്തിൽ മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ 8310 വോട്ടിന് തോൽപ്പിച്ച് ജ്യോതികുമാർ ചാമക്കാല ആദ്യമായി നിയമസഭയിലെത്തുന്നു. അടുത്ത ഊഴം ജ്യോതികുമാർ ചാമക്കാലയുടേതാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ജ്യോതികുമാർ ചാമക്കാല വരുന്നു. സംസ്ഥാനത്ത് വലിയ അട്ടിമറി നടന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനാപുരം. 2001 മുതൽ തുടർച്ചയായി 4 നൂറ്റാണ്ട് കാലം കെ ബി ഗണേഷ് കുമാറിനെ വെല്ലാൻ തോൽപ്പിക്കാൻ മറ്റൊരാൾ പത്തനാപുരത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുക്കം കഴിഞ്ഞ 5 വർഷവും തോറ്റ MLA എന്ന രീതിയിൽ അവിടെ തന്നെ നിലയുറപ്പിച്ചൊടുക്കം വിജയത്തിലേക്ക് എത്തുന്നു ജ്യോതികുമാർ ചാമക്കാല. സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജ്യോതികുമാർ ചാമക്കാല എന്ന ഞാൻ നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ജ്യോതികുമാർ ചാമക്കാലയും. അടുത്ത ഊഴം തിരുവമ്പാടിയിൽ നിന്നുള്ള അംഗം CK കാസിമിൻ്റേതാണ്. CK കാസിമും കന്നി അംഗമാണ്. ആദ്യമായി നിയമസഭയിലെത്തുകയാണ്. ശ്രീ CK കാസിം. CK കാസിം വരികയാണ്. തിരുവമ്പാടിയിൽ നിന്നുള്ള അംഗമാണ്. സിറ്റിംഗ് MLA ലിൻഡോ ജോസഫിനെ 7487 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് CK കാസിം ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. CK കാസിം എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസത്തോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു CK കാസിമും. തിരുവമ്പാടി UDFന് വേണ്ടി തിരിച്ചുപിടിച്ച CK കാസിം ആദ്യമായാണ് നിയമസഭയിലേക്ക് എത്തുന്നത്.